ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണീർ കണങ്ങൾ കുപ്പി ശേഖരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണീർ കണങ്ങൾക്ക് മഹത്വം നൽകുന്ന ഈശോയുടെ മുന്നിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. ഈ കാലഘട്ടങ്ങളിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന സകല ദൈവജനത്തെയും കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ലാസറിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന് അവരോടൊപ്പമായിരുന്നു ഈശോയെ. വേദനകളിലും സങ്കടത്തിലും കഴിയുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ശുഭ നന്ദി. ഹല്ലേലൂയ 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 ശുഭ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹനാദനല്ലേ ഈശോ, ചേർന്ന് പാടാം. നമ്മുടെ വേദനകൾ അറിയുന്ന സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ കണ്ണീരൊപ്പുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് ഞങ്ങളുടെ അലച്ചിലുകൾ എണ്ണുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുനീര് കൊണ്ട് പാദം കഴുകിയവളെ സ്വർഗതുല്യമാക്കിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഇടങ്ങളെല്ലാം ദൈവ സാന്നിധ്യത്താൽ ഈ സമയം നിറയട്ടെ. നമ്മുടെ ചിന്തകളും മനോഭാവങ്ങളും ദിവ്യകാരുണ്യത്തിൽ ആത്മജ്വാലയിൽ കത്തിയെരിയുന്ന സ്നേഹത്തിൻ്റെ ആഴത്തിൽ വന്നു നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ആത്മജ്വാല ശുശ്രൂഷയിൽ ഏറ്റവും ശ്രദ്ധയോടും ഏറ്റവും ഭക്തിയോടും ദിവ്യകാരുണ്യ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി ആയിരിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഈ ആത്മജ്വാലയിൽ നിന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ദൈവം നമുക്ക് തന്ന വൈകാരിക സമ്മാനത്തെക്കുറിച്ച് പങ്കുവയ്ക്കാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ഒരു മനുഷ്യന് നൽകിയ വൈകാരികമായ ഒരു സമ്മാനത്തിൻ്റെ പേരാണ് കണ്ണുനീര്. ഓരോ വ്യക്തിയും കരയാത്തവരായിട്ട് ആരുമില്ല. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ്റെ ആദ്യ ശബ്ദം കണ്ണീര് കൊണ്ടുള്ള ശബ്ദമാണ്. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും ദൈവം വൈകാരികമായിട്ട് നൽകിയ കൃപയുടെ പേരാണ് കണ്ണുനീര്. പലപ്പോഴും അത് ഒരു നെഗറ്റീവായിട്ട് ലോകം കാണുമ്പോഴും അതിൻ്റെ ചില പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ, നല്ല വശങ്ങളെ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൃപയായിട്ട് മാറും. നമുക്ക് ചിന്തിക്കാം, നാം ഓരോരുത്തരും കരയുന്നത് ചിലപ്പോൾ നമ്മുടെ അമിതമായ സങ്കടങ്ങളുടെ ആഴങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ കണ്ണീരൊഴുക്കാനുള്ള കാരണമായിട്ടുള്ളത്. അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിലെ ഭയം പലരെയും കണ്ണീരൊഴുക്കാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ സന്തോഷമുണ്ടാകുമ്പോൾ അറിയാതെ തന്നെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് ഒഴുകാറുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ സന്ദർഭങ്ങളിൽ കടന്നുപോകുന്ന ദൈവം നമുക്ക് നൽകിയ ഈ വൈകാരിക സമ്മാനത്തിൻ്റെ കൃപയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ദൈവം എന്തിനാണ് ഈ വൈകാരികമായ സമ്മാനം നമുക്ക് നൽകിയിരിക്കുന്നത്? ഒരിക്കൽ ഒരു പോസ്റ്ററിൽ കണ്ട ഒരു വാചകം ഓർത്തുപോവുകയാണ്. അതിപ്രകാരമാണ്: ദ മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്വിഡ് ഇൻ ദ വേൾഡ് ഈസ് എ ടിയർ. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ദ്രാവകം എന്ന് പറയുന്നത് അത് കണ്ണുനീരാണ്. അതിന് കാരണം പറയുന്നത് ഇങ്ങനെയാണ്: അതിൽ 1% വെള്ളവും 99% ആ വ്യക്തിയുടെ വികാരങ്ങളുമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സൽ ഫീലിങ്സ് പ്രകടമാകുന്നത് അതിലാണ്. അതുകൊണ്ട് 1% വെള്ളവും 99% ഒരു വ്യക്തി ജീവിതത്തിൻ്റെ വികാരങ്ങളെ, വേദനകളെ, സങ്കടങ്ങളെ, സന്തോഷങ്ങളെ ഒതുക്കി വെച്ചതാണ് ഒരു കണ്ണുനീർത്തുള്ളി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്വിഡ് ഇൻ ദിസ് വേൾഡ് ഈസ് എ ടിയർ. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കണ്ണീരിന് വിലയുണ്ട് സ്നേഹമുള്ളവരെ. ലോകത്തിൽ ഒരു വ്യക്തി കരയുമ്പോൾ എന്തിനാണ് ആ വ്യക്തി കരയുന്നതെന്ന് ആ വ്യക്തി തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം ആ വ്യക്തിക്ക് കിട്ടുക.
അതുകൊണ്ട് ബൈബിളിൽ ഈ കണ്ണീരിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ കണ്ണീരിനെ വിവരിച്ചിട്ടുള്ളത്, കണ്ണുനീരെന്ന വാക്ക് 36 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ എന്ന വാക്ക് 36 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിലവിളിച്ച് കരയുക എന്നുള്ളത് 199 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കരയുക എന്ന വാക്ക് 181 പ്രാവശ്യമാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം തന്നെ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, നിന്റെ കണ്ണീരിന് അത്രയും വിലയുണ്ട്. ബൈബിളിലെ മാനസാന്തരങ്ങളുടെ കഥയെല്ലാം എടുക്കുമ്പോൾ അവിടെയെല്ലാം നിലവിളിച്ച് കരയുന്ന അവരുടെ കണ്ണീർ കണങ്ങളെ അവരെ വിശുദ്ധരാക്കി മാറ്റിയ ചരിത്ര സംഭവങ്ങൾ ബൈബിളിലും തുടർന്നുള്ള സഭയുടെ മുന്നോട്ട് വന്നിട്ടുള്ള എല്ലാ വിശുദ്ധരുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 4-ാം വാക്യം പ്രകാരമാണ് പറയുന്നത്, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റി. ആരാണ് ഒരു വ്യക്തിയുടെ ഈ വികാര വിചാരങ്ങൾ ദൈവം തന്ന ദൈവം തന്നെയാണ് നിന്റെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന കണ്ണീര് തുടച്ചു മാറ്റാൻ ഏറ്റവും ഉതകുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ കണ്ണീർ കണങ്ങൾ തുടച്ചു മാറ്റാൻ ദൈവം ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, സിംഹാസന മധ്യത്തിലിരിക്കുന്ന കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവജലത്തിൻ്റെ ഉറവയിൽ നയിക്കുകയും ചെയ്യും. ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുടച്ചു മാറ്റും. ഇതാ സിംഹാസനസ്ഥനായ ദിവ്യകാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്നവനായ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിൽ കുഞ്ഞാടിനെ മേയ്ക്കുന്ന ഇടയനെ പോലെ നിന്റെ അരികിലേക്ക് കടന്നു വരും. ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് നിനക്ക് ദൈവം കൃപ തരും. അങ്ങനെ നിന്റെ കണ്ണീർ കണങ്ങളെ തുടച്ചു മാറ്റാൻ ദൈവം ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ഈ കണ്ണീർ കണങ്ങൾ തരുന്നത് വരെ ദൈവമാണ്. നമുക്ക് സ്വന്തമായിട്ടൊന്നും കിട്ടിയതല്ല, ദൈവത്തിൻ്റെ ഒരു ദാനമാണ് നീ കരയുന്ന കണ്ണീര്. എന്തിനാണ് നീ കരയുന്നതെന്ന് ചിന്തിക്കണം. നമുക്കറിയാം, മനുഷ്യനായി പിറന്ന യേശു ക്രിസ്തു വരെ ഭൂമിയിൽ കരഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണീരാണ് സ്വന്തം സുഹൃത്തായ പ്രിയപ്പെട്ടവനായ ലാസർ മരിച്ച വീട്ടിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ ഈശോ ആ കുടുംബത്തിൽ ചെന്ന സമയത്ത് ഈശോ കരഞ്ഞു വന്ന് തിരുവചനം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം ചെറിയ ഒരു വചനമാണ്, 3 വാക്കുകളെ കൂട്ടിച്ചേർത്ത വചനം. അതിപ്രകാരമാണ് പറയുന്നത്, യേശു കണ്ണീർ പൊഴിച്ചു. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് യേശു കണ്ണീർ പൊഴിച്ചു. തുടർന്ന് 11-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ യഹൂദര് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. അവിടെ കൂടിയിരുന്ന യഹൂദര് പറയുകയാണ്, എത്രമാത്രമാണ് ലാസറിനെ അവൻ സ്നേഹിച്ചിരുന്നത്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പലരുടെയും വേർപാടുകളിൽ നമ്മൾ കരയുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ദൈവം കരയുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സങ്കീർത്തകൻ പഠിപ്പിക്കുന്ന മനോഹരമായ വചനമാണ് സങ്കീർത്തനം 102. അതിൻ്റെ തലക്കെട്ടിപ്രകാരമാണ് പീഡിതൻ്റെ പ്രാർത്ഥന. പീഡനങ്ങളും വേദനകളും അനുഭവിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്ന 102-ാം സങ്കീർത്തനം. അതിൽ 102:5 വചനം പറയുന്നത് ഇങ്ങനെയാണ്, കരഞ്ഞ് കരഞ്ഞ് ഞാൻ എല്ലും തോലുമായി. പല കുടുംബങ്ങളും പല ജീവിതങ്ങളും കരഞ്ഞ് 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 കുടുംബത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി, കഷ്ടതകൾക്ക് വേണ്ടി കരഞ്ഞ് കരഞ്ഞ് എല്ലും തോലുമായിട്ടുണ്ട്. തുടർന്ന് 102:9 വചനം പറയുന്നത് ഇങ്ങനെയാണ്, ചാരം എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു, എൻ്റെ പാനപാത്രത്തിൽ കണ്ണീര് വീണിരിക്കുന്നു. ഞാൻ കുടിക്കുന്ന പാത്രത്തിൽ എൻ്റെ കണ്ണീര് വീണ് ആ കണ്ണീര് തന്നെ കുടിക്കാൻ ഞാൻ കാരണമായിരിക്കുന്നു. അതുപോലെ സഹിക്കുന്ന ലോകത്തിൽ ഒത്തിരി മക്കളുണ്ട്. അവരോടെല്ലാം ഈ വചനം പങ്കുവയ്ക്കുന്നത്, ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ ഈ കണ്ണീർ കണങ്ങൾ തന്ന ദൈവത്തിന് പ്രത്യാശയായിട്ട് നീ പങ്കുവയ്ക്കണം. അവിടെ നിന്റെ കണ്ണുനീരിന് ദൈവം നിനക്കൊരു ഉത്തരം തരും. അതുകൊണ്ടായിരിക്കണം സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുതാപത്തിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നത്. സങ്കീർത്തന പുസ്തകം 56:8 പറയുന്നത് ഇങ്ങനെയാണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പി ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ട്. ഞാൻ കരയുന്നത് നന്മയ്ക്കാണെങ്കിൽ, വിശുദ്ധിക്കാണെങ്കിൽ, എൻ്റെ തന്നെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ കരയുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേര് എഴുതപ്പെടുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ ഈ വലിയ ആഴ്ചകളിൽ കരിക്കുറി ദിനത്തിൽ പാടുന്നൊരു പാട്ടുണ്ട്, കണ്ണീരാരുതരും പശ്ചാത്താപത്തിൻ പാദം കഴുകിടുവാൻ കണ്ണീരാരുതരും. ഒരു പാപിനിയായ സ്ത്രീ
കണ്ണീരൊഴുക്കി അവൻ്റെ പാദാന്തികത്തിൽ കഴുകാൻ അവൾക്ക് കൃപ കൊടുത്ത് ദൈവമാണെന്ന് തിരിച്ചറിയുക. നീ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ അതുപോലും നിന്റെ ദൈവം ദൈവസന്നിധിയിൽ നിന്റെ സ്നേഹം പങ്കുവയ്ക്കാൻ ദൈവം തരുന്ന ഒരു കൃപയാണ്. വൈകാരികമായൊരു സമ്മാനം ദൈവം നമുക്ക് വെച്ച് തന്നിരിക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്. ലൂക്കായുടെ സുവിശേഷം 22 അധ്യായം 62 വാക്യം. അവൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. പാപികൾ മനം നൊന്ത് കരയുമ്പോൾ അവർ വിശുദ്ധരായി മാറും. അതുകൊണ്ട് ആദ്യത്തെ ഒരു മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ അനുതാപത്തിൻ്റെ വെളിച്ചമാണ് മനം നൊന്ത് അവൻ കരഞ്ഞുവെന്നുള്ളത്. അതുകൊണ്ട് നമുക്കിത് വചനത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 21 അധ്യായം 16-17 തിരുവചനങ്ങളിൽ ഹാഗാർ എന്ന് പറഞ്ഞ ദാസി പണിക്കാരി കുഞ്ഞിനെ അകലെ വെച്ച് അമ്പേറ് ദൂരം അകലെ മാറിയിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ ദൈവം കേട്ടു എന്ന് പറയണേ. വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു അമ്പെയ്ത്ത് ദൂരെ അവൾ മാറി എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഇന്ന് നിന്റെ വീടിൻ്റെ ഏകാന്തതകളിൽ നീ ഇരുന്ന് കരയുമ്പോൾ, നീ ഒരു കുഞ്ഞിനെ പോലെ കരയുമ്പോൾ ദൈവം നിന്റെ കണ്ണീര് കേൾക്കുമെന്ന് ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ നിലവിളി നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ മനുഷ്യനെ ലോകത്ത് 4 രീതിയിലാണ് കരയാറ്. ആ 4 രീതികളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഒന്നാമത്തെ മനുഷ്യൻ്റെ കരച്ചിൽ ദി ടിയർ ഓഫ് ഷെയിം, നാണക്കേടിൻ്റെ കണ്ണീര്. ഇന്ന് ലോകത്ത് പലരും ചെയ്ത നന്മ ചെയ്യാതെ തിന്മ ചെയ്യുമ്പോൾ, പാപത്തിൽ വീഴുമ്പോൾ ചിലപ്പോൾ അവൻ കരയും, അവന് നാണക്കേട് സംഭവിക്കുമ്പോൾ. മറ്റൊരു വിധത്തിൽ വിവേകക്കുറവ് കൊണ്ട് അവിവേകം കാണിക്കുമ്പോൾ, മണ്ടത്തരങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ പലരും കരയാറുണ്ട്. അതിനെ വിളിക്കുന്നതാണ് ദ ടിയർ ഓഫ് ഷെയിം, നാണക്കേടിൻ്റെ കണ്ണീര്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25:8 പറയുന്നുണ്ട്, അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരെയും കണ്ണീര് അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. നീ എത്ര അപമാനിതനായിക്കോട്ടെ, നീ അപമാനത്തിൻ്റെ കണ്ണീരോടുകൂടി ആയിരിക്കണമെങ്കിൽ നീ ഒന്ന് പ്രത്യാശയോടെ ദൈവത്തിലേക്ക് നോക്കിയേ. എൻ്റെ അപമാനത്തിൻ്റെ വേദനകളെ അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ പാപം ചെയ്യാതെ തന്നെ അപമാനിതനായെങ്കിൽ ഞാനും നിങ്ങളും പാപം ചെയ്തതിൻ്റെ പേരിൽ അപമാനിതരാകുകയാണ്. ഇനി രണ്ടാമത്തെ കണ്ണീരിൻ്റെ പേരാണ് ടിയർ ഓഫ് സോറോസ്, സഹനത്തിൻ്റെ കണ്ണീര്. സങ്കീർത്തന പുസ്തകം 126:5 പറയുന്നുണ്ട്, കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആനന്ദത്തോടെ കൊയ്യട്ടെ. സഹനങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലെ വേറുപാടുകളെല്ലാം നമുക്ക് കണ്ണീര് വാഗ്ദാനം ചെയ്യുമ്പോഴും മനസ്സിലാക്കുക, ഈ സഹനങ്ങൾ നമുക്കൊരു കൃപയാ. സഹനത്തിൻ്റെ കണ്ണീരിന് കൃപയുടെ വെളിച്ചമുണ്ടെന്ന് തിരിച്ചറിയുക. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. സങ്കീർത്തനം 31:9 പറയുന്നുണ്ട്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, ഞാൻ ദുരിതം അനുഭവിക്കുന്നു, ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ കൃപ വേണം. മൂന്നാമത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് ദ ടിയർ ഓഫ് ജോയ് ആൻഡ് ഹാപ്പിനെസ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവും നൽകുന്നത് ഒരു കണ്ണീരിൻ്റെ കൃപയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ച ഒത്തിരി പേരുണ്ട്. സമരിയാക്കാരിയുടെ ജീവിതത്തിൽ കണ്ണീര് കൃപയായിട്ട് മാറി, പാപിനിയായ സ്ത്രീയുടെ ജീവിതത്തിൽ സന്തോഷമായിട്ട് മാറി. സങ്കീർത്തനം 126:6, വിത്ത് ചുമക്കുന്നത് കൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. വിത്ത് ചുമന്നു കൊണ്ടുപോയി വിലാപത്തോടെ ഒരു വിതക്കാരൻ കടന്നു പോകുമ്പോൾ, അവൻ കറ്റ ചുമന്നു വരുമ്പോൾ അതിൻ്റെ ലാഭം കണ്ട് അവൻ ആഹ്ലാദിക്കും. നീ സഹനത്തോടെ കടന്നു ചെന്നെങ്കിൽ കൃപയോടെ നീ തിരിച്ചു വരും. അവസാനത്തത് ടിയർ ഓഫ് ബ്ലെസ്സിങ്, അനുഗ്രഹത്തിൻ്റെ കണ്ണീര്. സ്നേഹമുള്ളവരെ, അനേകം ശുശ്രൂഷ വേദികളിൽ, അനേകം ആരാധന മണിക്കൂറുകളിൽ ജനം അറിയാതെ തന്നെ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകും. അത് ദ ടിയർ ഓഫ് ബ്ലെസ്സിങ്, ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണീര് വരുന്ന അനുഗ്രഹം. സങ്കീർത്തനം 39:12, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ നിലവിളി ചെവികൊള്ളണമേ, ഞാൻ കണ്ണുനീരൊഴുക്കുമ്പോൾ അങ്ങിലേക്ക് ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അങ്ങേക്ക് അല്പൻ എന്ന പോലെ, അതിഥി എന്ന പോലെ ഞാൻ അങ്ങയുടെ സന്നിധി വരുന്നു. കർത്താവേ, അങ്ങ് എൻ്റെ കണ്ണുനീര് കാണും. ഈ 4 കണ്ണുനീർ കണങ്ങളും കൃപയുടെ കണ്ണുനീർ കണങ്ങളാക്കി മാറ്റാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. ഈശോയെ, അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് മുന്നിൽ ഞങ്ങളായിരിക്കുകയാണ്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു ചെന്നു. ആ കുടുംബത്തിൻ്റെ കണ്ണീരിൻ്റെ ഒപ്പം അങ്ങ് കരഞ്ഞു. കർത്താവേ, ഇതുപോലെ കണ്ണീരൊഴുക്കുന്ന കുടുംബങ്ങളുണ്ട്. എന്നും കണ്ണുനീരിൻ്റെ വേദനയുള്ളവർ, ലാസറിനെ പോലെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനകളുമായിട്ട് അതിൻ്റെ സങ്കടമായി പേറുന്ന മക്കളുണ്ട്.
അവരെല്ലാം ഈ ദിവ്യഗാനത്തെ ചേർത്ത് വയ്ക്കുന്നു. കണ്ണീര് ഞങ്ങൾക്ക് ദൈവം തന്നൊരു കൃപയാണെന്ന് തിരിച്ചറിയുന്നു. കർത്താവേ, ഈ വൈകാരിക സമ്മാനം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൃപ തരണമേ. രണ്ട് കരങ്ങൾ യാചനാപൂർവം പിടിച്ച് എന്നും കണ്ണീരോടെ ലാസറിൻ്റെ കുടുംബം പോലെ, മർത്തയെ മറിയത്തെ പോലെ വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക്, കണ്ണുനീരിൻ്റെ താഴ്വരയിലേക്ക് ഈശോയെ ഈ സമയം കടന്നു വരണമെന്ന ആഗ്രഹത്തോടെ ഈശോയെന്നൊന്ന് ഈശോയെ വിളിച്ച് മർത്തായും മറിയവും ദൈവത്തെ വിളിച്ചതുപോലെ നിന്റെ കണ്ണുനീരിലേക്ക്, നിന്റെ വേദനയിലേക്ക്, നിന്റെ സങ്കടത്തിലേക്ക് ഈശോയെ വിളിച്ച് ഈശോയെ കടന്നു വരണ കർത്താവേ. ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ജീവിതങ്ങളെയും അവരുടെ കണ്ണീരെയും ഈശോയെ അങ്ങ് ഈ സമയം സ്പർശിക്കണമേ, അങ്ങ് തൊടണമേ ഈശോയെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. എല്ലാവരും ചേർന്ന് പാടി. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനിൻ കാര്യം നടത്തി തരും. ഓ കർത്താവേ, ഒത്തിരി കണ്ണുനീരോടെ വേദനിക്കുന്ന കുടുംബങ്ങളെ കാണുന്നു. അവരുടെ ജീവിത അവസ്ഥകൾ കർത്താവേ, പാപത്തിൻ്റെ ബലഹീനതയിൽ വീണുപോയിട്ട് എനിക്കിത് വിശുദ്ധനാകാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് ആകുലതകളും നൊമ്പരങ്ങളും കുറ്റബോധങ്ങളും നിറഞ്ഞ ജീവിതങ്ങളിൽ നിന്ന് അതെടുത്തു മാറ്റണമേ. കണ്ണീരോടെ തിരിച്ചു വന്നവരെല്ലാം വിശുദ്ധരായെന്നൊരു സത്യം, കണ്ണുനീരിന് അത്രയും വിലയുണ്ട്. കുപ്പി ശേഖരിക്കാൻ മാത്രം ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക് മാറ്റണേ കർത്താവേ. രണ്ട് കരങ്ങൾ യാചനാപുറം പിടിച്ച് ഈശോയേന്ന് വിളിക്കാം. ആ പാപിനിയായ സ്ത്രീ അവളുടെ കണ്ണുനീര് കൊണ്ട് കഴുകി അവളുടെ മുടി കൊണ്ട് തുടച്ചതുപോലെ നിന്റെ കണ്ണുനീര് നീ ഭവനത്തിലിരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യ സന്നിധി വീഴട്ടെ. ഈശോയുടെ ഈ തിരു അപ്പത്തിലേക്ക്, ഈ തിരു ശരീരത്തിലേക്ക് നിന്റെ കണ്ണുനീര് വീഴട്ടെ. നിന്റെ കണ്ണുനീരിന് വിലയുണ്ട് മക്കളെ. നിന്റെ കണ്ണുനീര് ദൈവം കാണുന്നതാ. നീ കരയുമ്പോ ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിലുപോലെ നിന്റെ ജീവിതത്തിന്റെ വേദനകളെ ദൈവം ഒപ്പിയെടുക്കും. ഈശോയെ അനുഗ്രഹിക്കണം കർത്താവേ. അങ്ങയുടെ കൃപ നൽകണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ ഈശോയെ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. ഒന്ന് ചേർന്ന് പാടാം. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ. കർത്താവേ, ഞങ്ങൾ പ്രത്യാശയോടെ ആയിരിക്കുക. ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ കണ്ണുനീരുകൾ അങ്ങ് നൽകുമ്പോഴും അതിന് നന്ദി പറയാതെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്നൊരു ദൈവം ഉണ്ടെന്നുള്ള ഒരു സത്യം ഞങ്ങൾ മറന്നുപോകുകയാണ്. പലപ്പോഴും ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ മറന്നുപോയി എന്ന് വിധിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. കർത്താവേ, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം ഞങ്ങളെക്കുറിച്ചൊരു പദ്ധതിയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് രണ്ട് കരങ്ങൾ യാചനാപൂർവം പിടിക്കാം. ചിലവ് കുടുംബത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളെക്കുറിച്ചുള്ള വേദനകൾ, കടബാധ്യതകൾ എല്ലാം നീ നിന്റെ ദൈവത്തിൻ്റെ സന്നിധി സമർപ്പിക്കുക. നീ സന്തോഷത്തോടെ കരഞ്ഞതും നീ ദുഃഖത്തോടെ കരഞ്ഞതും നീ ഭയപ്പെട്ട് കരഞ്ഞതും എല്ലാം നീ ദൈവത്തിന് കൊടുക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. കരഞ്ഞാൽ കണ്ണീരൊപ്പുന്നവനാണ് അവൻ. അവൻ കണ്ണീരൊപ്പുന്നത് കരച്ചിൽ നിർത്താനല്ല. നീ ദൈവത്തോടൊപ്പം ഇരുന്ന് ദൈവവും നീയും ചേർന്നിരുന്ന് കണ്ണീരോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അതൊരു കൃപയുടെ നീർച്ചാൽ ഒഴുക്കാൻ വേണ്ടിയിട്ടാ. രണ്ട് കരങ്ങളും യാചനാപൂർവം പിടിച്ച് ഈശോയേന്ന് വിളിച്ച് നിന്റെ വേദനകളിലേക്ക്, നിന്റെ സങ്കടങ്ങളിലേക്ക്, ദുഃഖങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്ന സമയം ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, കരഞ്ഞു വേദനിക്കുന്ന ജീവിതങ്ങളെ അങ്ങ് സുഖപ്പെടുത്തണമേ. രോഗികളും പീഡിതരുമായവര്, കടബാധിതയിൽ വേദനിക്കുന്നവര് എല്ലാ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഈ ഏറ്റവും വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വൈകാരികമായി
ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ, ഹൃദയം തുറന്ന് കരയാൻ, വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ കുമ്പസാരം കൂട്ടി കരയാൻ, ഞങ്ങൾ ഓരോ യാമ പ്രാർത്ഥനകളിലും ദൈവവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെടാൻ കൃപ തരണേ ഈശോയേ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. കർത്താവേ, എൻ്റെ മുഖം പാടുമ്പോൾ നീ അതറിയുന്നു, ഞാൻ അറിയുന്നു. എൻ്റെ ജീവിതത്തിൽ തളർച്ചകൾ സംഭവിക്കുമ്പോൾ നീ അതെല്ലാം കാണുന്നു, അറിയുന്നു. നമുക്ക് കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിച്ച് ഒന്ന് സ്തുതിക്കുക. ഈശോയുടെ വലിയ കൃപ ഒഴുകാൻ പോവാ. ഇതാ ദിവ്യകാരുണ്യ ആശീർവാദത്തിനൊരുങ്ങുക. നീ കരഞ്ഞ് കണ്ണീരോടെ ദൈവസന്നിധിയിൽ ഒന്ന് സ്തുതിച്ചേ. ദൈവം ഇടപെടും മക്കളെ. നിലവിളിച്ച് കരയണം, നിലവിളിച്ച് കരയണം. ബൈബിളില് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, നിലവിളിച്ച് കരഞ്ഞവന്റെ നിലവിളി കേൾക്കുന്ന ദൈവത്തെ ഒന്ന് വിളിച്ച് ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ കണ്ണീർ കാണണമേ. കർത്താവേ, ഞങ്ങളുടെ വേദനകളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങളുടെ സഹനങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഞങ്ങൾ കണ്ണീർ നീ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ വേദനകൾ നീ മനസ്സിലാക്കണമേ. ഈ ദിവ്യകാരുണ്യ സമയത്ത് കർത്താവേ, നിന്റെ വലിയൊരു ശക്തി ഭവനങ്ങളിൽ കടന്നു വരണമേ. ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക് കർത്താവേ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകം ഈ നിമിഷം കടന്നു വരണമേ. നീ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളിലേക്ക് കർത്താവേ, നിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിമിഷം അനുഭവിക്കുവാൻ എല്ലാവർക്കും അനുഭവിക്കട്ടെ. യേശുവേ, ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 കർത്താവേ, യേശുവേ, ആരാധന 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 ആരാധന. ഞങ്ങളെ പാപങ്ങളോർത്ത് കണ്ണീരിക്കാൻ കർത്താവേ, ഞങ്ങളെ പാപങ്ങളോർത്ത് മനസ്തപിക്കുവാൻ വലിയ കൃപ നൽകണമേ കർത്താവ്. കണ്ണീരോടെ കർത്താവേ, നിന്റെ പാദത്തിലിരിക്കുവാൻ കർത്താവേ, ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. യേശുവേ, ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും